അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മറ്റൊരു എവിഷൻ കൂടി നടന്നിരിക്കുകയാണ്. ആദിലയ്ക്ക് പിന്നാലെ 100 കോടി ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് വിട പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ സൂചിപ്പിച്ചതുപോലെ ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ചെന്ന് പറഞ്ഞ് അത് ടോപ്പ് 5 അല്ല, അത് ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്കുള്ള എൻട്രി മാത്രമാണെന്ന് സൂചന കൊടുത്തിരുന്നു. ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ വോട്ട് പിന്നിലായി നമ്മുടെ 100 ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് വിട പറഞ്ഞിരിക്കുകയാണ്. ആദിലയ്ക്ക് പിന്നാലെയാണ് 100 പുറത്തായിരിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ കാണാൻ സാധിക്കും. എന്തായാലും നാളത്തെ ലൈവിലും അത് കാണാൻ സാധിക്കും. 100 ബിഗ് ബോസ് വീഡിയോട് വിട പറഞ്ഞിരിക്കുകയാണ്. ആദില പുറത്തായതിനു ശേഷം തന്നെ 100 മാനസികമായിട്ട് ഭയങ്കരമായ വിഷമത്തിലൊക്കെ ആയിരുന്നു. എന്തായാലും ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തി ടോപ്പ് 5-ൽ എത്തില്ല എന്ന് 100യുടെ പുറത്താകൽ കൂടി ബിഗ് ബോസ് ടീം തെളിയിച്ചിരിക്കുകയാണ്. 100 ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് വിട പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് എവിക്ഷൻ രീതി എന്നൊക്കെ ഉള്ളത് തുടർന്നുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും 100 എല്ലാവരോടും യാത്ര പറഞ്ഞ് ബിഗ് ബോസിൻ്റെ പ്രധാന വാതിൽ വഴി പുറത്തിറങ്ങിയിട്ടുണ്ട്. 100 എന്തായാലും ഫിനാലെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നാട്ടിലെത്തുകയുള്ളൂ. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കൂടെ ആ ഹോട്ടലിലായിരിക്കും. എന്തായാലും 100 പുറത്തായെന്നുള്ളത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നെവിൻ പുറത്താകുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ നെവിനേക്കാളും വോട്ട് കുറഞ്ഞ 100യാണ് പുറത്തായത്. 100 പുറത്താകാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ആദിലയും 100യും തമ്മിലുള്ള വോട്ടിൻ്റെ സ്പ്ലിറ്റ് അവിടെ നടന്നു എന്നുള്ളതാണ് ആദ്യ ആഴ്ചകളിൽ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ 100 ഇപ്പോൾ മിഡ് വീക്ക് എവിക്ഷനായിട്ട് പുറത്തായത്. എന്തായാലും ബിഗ് ബോസിൻ്റെ മലയാളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാഴ്ച 2 പേരെ മിഡ് വീക്ക് എവിക്ഷനായിട്ട് പുറത്താക്കുന്നത്. 100യാണ് പുറത്തായ ഒരു കഥഭാഗ്യ. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.